ടെഹ്റാനിലെ ഒരു പൊതുവേദിയിൽ നിന്ന് ഹിജാബ് ധരിക്കാതെയുള്ള ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് റോയ ഹെഷ്മതി എന്ന കുർദിഷ് ഇറാൻ വനിതയെ 74 തവണ ചാട്ടവാറിനടിച്ചു. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഹിജാബ് നിയമത്തിനെതിരെയുള്ള ഒരു തുറന്ന വിമർശകയാണ് ഹെഷ്മതി. ഭരണകൂടത്തിനെതിരായ പ്രചരണം നടത്തി, മതപരമായ ഹിജാബ് ഇല്ലാതെ പൊതുസ്ഥലത്തിറങ്ങി, പൊതുമാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കി, അശ്ലീലത പ്രചരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത്. ഏപ്രിൽ മാസത്തിലായിരുന്നു ശിരോവസ്ത്രം ധരിക്കാതെയുള്ള ഫോട്ടോ ഹെഷ്മതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇവർക്ക് 12 ലക്ഷം റിയാൽ പിഴ അടയ്ക്കാനും ഉത്തരവിട്ടിരുന്നു. എന്നാൽ ചാട്ടവാറിനടിച്ചുള്ള ശിക്ഷാവിധി നടന്നത് ജനുവരി 6-നാണ്. ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശിക്ഷാവിധി നടപ്പാക്കേണ്ട ഇടത്തേക്ക് പ്രവേശിച്ചപ്പോഴും ഹെഷ്മതി പ്രതിഷേധ സൂചകമായി തന്റെ ഹിജാബ് അഴിച്ചുമാറ്റിയിരുന്നു. കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ഒഴിവാക്കാൻ ഹെഷ്മതിയുടെ വക്കീൽ ഹിജാബ് ധരിക്കാൻ അവരെ നിർബന്ധിച്ചെങ്കിലും അവരതിന് വഴങ്ങിയില്ല. ഞാൻ ചാട്ടവാറടി ഏൽക്കാനാണ് വന്നത്, ഞാനിവർക്ക് അടിമപ്പെടുന്നില്ല എന്നാണ് 33-കാരിയായ ഹെഷ്മതി മറുപടി പറഞ്ഞത്. ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ താക്കീത് നൽകിയിട്ടും അവർ വിസമ്മതിച്ചു. ഹെഷ്മതി തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ഒടുവിൽ 2 സ്ത്രീകൾ വന്ന് ബലമായി അവരുടെ തലയിൽ ഒരു സ്കാർഫ് ഇട്ടു. ശേഷം കൈകൾ ബന്ധിച്ചാണ് ചാട്ടവാറിനടിച്ചത്. സ്ത്രീയുടെ പേരിൽ, ജീവിതത്തിന്റെ പേരിൽ അടിമത്തത്തിന്റെ വസ്ത്രങ്ങൾ കീറപ്പെടും. നമ്മുടെ കറുത്ത രാത്രികൾ പുലരും. എല്ലാ ചാട്ടവാറുകളും കോടാലികളാകും എന്ന് താൻ നിശബ്ദമായി മന്ത്രിച്ചുവെന്നാണ് ഹെഷ്മതി തന്റെ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രതികരിച്ചത്. തന്റെ വേദന അവിടെ ഉണ്ടായിരുന്നവർ മനസ്സിലാക്കിയില്ലെന്നും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ശിരോവസ്ത്രം അഴിച്ചുമാറ്റിയെന്നും അവർ കൂട്ടിച്ചേർത്തു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് തൊട്ടുപിന്നാലെ ഇറാനിലെ എല്ലാ സ്ത്രീകളും കഴുത്തും തലയും മറയ്ക്കാൻ ഇറാൻ നിയമം അനുശാസിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കർശനമായ വസ്ത്രധാരണ നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് അറസ്റ്റിലായ ഇറാനിയൻ കുർദ് സ്വദേശിയായ 22-കാരി മഹ്സ അമിനി 2022 സെപ്റ്റംബറിൽ കസ്റ്റഡിയിൽ വച്ച് മരണപ്പെട്ടത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പ്രതിഷേധത്തിനിടയിൽ സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം വലിച്ചെറിയുകയും തെരുവിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള വൻ അടിച്ചമർത്തൽ നടപടികൾക്ക് കാരണമാക്കിയിരുന്നു. എങ്കിലും പ്രതിഷേധിക്കുന്ന വനിതകളെ ചാട്ടവാറിനടിക്കുന്ന ശിക്ഷാവിധി ഇറാനിൽ ഇതാദ്യമാണ്. പക്ഷേ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പൊതുസ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും നിയമങ്ങൾ ലംഘിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡ്രസ് കോഡ് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കർശനമാക്കുന്ന ബില്ലും ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്തിരുന്നു.